ഇന്ന് സെപ്റ്റംബർ 10. ഞാൻ ഇതിനു മുമ്പ് ഹേമ കമ്മിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെപ്റ്റംബർ 10-ാം തീയതി ഹൈക്കോടതി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കുറച്ച് കാര്യങ്ങൾ സർക്കാരിനോട് ചോദിക്കും എന്നുള്ളത്. അപ്പോൾ അത് ഹൈക്കോടതിയിൽ ഇന്ന് കുറേ ചോദ്യങ്ങൾ സർക്കാരിനെതിരെ വന്നിട്ടുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ എന്ത് ചെയ്തു? സിനിമാ നയം കുറ്റകൃത്യത്തിന് പരിഹാരമാകുമോ? കഴിഞ്ഞ 4 വർഷം നിങ്ങൾ എന്തു ചെയ്യുകയായിരുന്നു? സർക്കാരിന് ഹൈക്കോടതിയിലെ രൂക്ഷ വിമർശനം. ഓക്കെ, അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും SIT ഫോം ചെയ്തു. ആൻഡ് SITക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പൂർണ്ണ രൂപം കൊടുക്കാൻ വേണ്ടിയിട്ട് ഹൈക്കോടതിയുടെ നിർദ്ദേശവും വന്നിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ദ മെയിൻ തിങ്, ഈ ഒരു കംപ്ലീറ്റ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് SITക്ക് കിട്ടിക്കഴിഞ്ഞാൽ SIT ഇതിനകത്ത് എന്തെങ്കിലും ഒരു കേസുകൾ എടുത്തു തുടങ്ങുമോ? ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ആരൊക്കെയാണോ അവരുടെ സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുത്തത് അവരെ വിളിച്ച് വരുത്തി അവരിൽ നിന്ന് കേസ് എഴുതി വാങ്ങുമോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താ, മൊത്തത്തിൽ ഈ ജൂനിയർ ആർട്ടിസ്റ്റ് ലെവലിലുള്ള ആളുകൾ വന്നിട്ടാണ് ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. പക്ഷേ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ യഥാർത്ഥമായിട്ടുള്ള കുറേ പോയിൻ്റ് ബൈ പോയിൻ്റിൽ അവർ പലരുടെയും സ്റ്റേറ്റ്മെൻറ്റിനകത്ത് ഇവിടുത്തെ പല പ്രമുഖരുമുണ്ട്. അപ്പോൾ പ്രമുഖർ മുഖം മൂടി അഴിഞ്ഞ് താഴെ വീണ് വിഗ്രഹം ഉടയുമോ എന്നുള്ളതൊക്കെ വരും ദിവസങ്ങൾ എന്താണെങ്കിലും കണ്ടറിയാം. ഇതിനിടയിൽ ഞാൻ അങ്ങനെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ വലിയ ന്യൂസുകളും കാര്യങ്ങളൊന്നും ഇപ്പോൾ വരുന്നില്ല. കുറച്ച് പേർക്കൊക്കെ കുറേ ആരോപണങ്ങളും കാര്യങ്ങളും വന്നു. ചിലത് ഫേക്കാണ്, ചിലത് ഇപ്പോഴും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. എന്താണെങ്കിലും ഞാൻ കുറച്ച് ദിവസമായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി. അവർ കുറച്ചധികം കാര്യങ്ങൾ WCCയെക്കുറിച്ചും പാർവതി തിരുവോത്തിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. യഥാർത്ഥത്തിൽ ഇപ്പോൾ സത്യത്തിൽ മലയാള സിനിമയിലെ സ്ത്രീകളെ ദ്രോഹിക്കാൻ വേണ്ടി, ഞാൻ പുരുഷന്മാരുടെ കാര്യം പറഞ്ഞാൽ എല്ലാവരും പറയും നിങ്ങൾ അവരോടൊപ്പം ചേർന്ന്, ഞാൻ അങ്ങനെയല്ല, അതുകൊണ്ടാണ് ഞാൻ അവരുടെ കാര്യം പറയാത്തത്. ഈ സിനിമയിലെ സ്ത്രീകൾ ഒന്നടങ്കം ഇന്ന് വേദനിക്കുന്നുണ്ട്. ഞങ്ങൾ എന്തിനാണ് ഇത് കേൾക്കുന്നത്? ഇതിപ്പോൾ ഇവർ പറയുന്ന കേട്ട് കഴിയുമ്പോൾ മാധ്യമങ്ങളിൽ സ്ക്രോളിംഗ് പോകുന്നത് എന്താണ്? കിടക്ക പങ്കിട്ടാൽ മാത്രമേ മലയാള സിനിമയിൽ അവസരമുള്ളൂ. എന്തിനായിരുന്നു ഹേമ കമ്മിറ്റി എന്ന് ഞാൻ ഒരുപാട് ചിന്തിച്ചു. ഒരുപാട് ദിവസം എനിക്കങ്ങനെ ഒരു തോന്നലുണ്ടായി. നമ്മളിപ്പോൾ ഈ പറയുന്ന കൂട്ടായ്മയിലുള്ള പലരും നാഷണൽ മാധ്യമങ്ങളിൽ അവർക്ക് വളരെ ഈസി ആയിട്ട് അവരുടെ ഇൻ്റർവ്യൂ കിട്ടും. കേരളത്തിലെ ചാനലുകൾക്ക് അവരുടെ ഇൻ്റർവ്യൂ കിട്ടില്ല. ഒരു ന്യൂസ് സ്ത്രീകളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അലൻസിയറിൻ്റെ വിഷയമോ ഷൈൻ ടോപ്പ് ചാക്കോയുടെ വിഷയമോ ആരുടെ വിഷയമോ ആകട്ടെ, അവരുടെ വിഷയം ചാനലുകൾ ചർച്ച ചെയ്യപ്പെടുമ്പോൾ നമ്മൾ സ്ഥിരം കാണുന്ന കുറച്ച് പേരാണ് ഇരുന്ന് ഇത് മുഴുവനും ആർഗ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അന്ന് ഇവരൊന്നും അവിടെ ഈ കൂട്ടായ്മയിലുള്ള ആരും തന്നെ അത്തരം ചർച്ചകൾക്ക് വരില്ല. എന്നാൽ ഈ പറഞ്ഞ നടന്മാരെ കുറിച്ച് സംസാരിക്കാൻ അവർ നാഷണൽ ചാനലിൽ ഇരുന്ന് ഇങ്ങനെ മലയാള സിനിമകളെക്കുറിച്ചാണ് ഈ പറയുന്നത്. മലയാള സിനിമ ഇൻഡസ്ട്രിയെക്കുറിച്ച് അവർ പറയുമ്പോൾ അവിടെ സൈഡിൽ ഫോട്ടോ ഇട്ടിരിക്കുന്നത് ഈ നടന്മാരുടെ ആയിരിക്കും. അപ്പോൾ ഈ കാരവൻ വിഷയവുമായിട്ട് അദ്ദേഹത്തിന് ബന്ധമുണ്ടോ ബന്ധമില്ലേ അതൊന്നുമല്ല. പക്ഷേ ആളുകളെ അട്രാക്റ്റ് ചെയ്യണമെങ്കിൽ ഉപയോഗിക്കുന്ന ഒരു മുഖം എന്നുള്ള നിലയ്ക്കും അതിനുമപ്പുറം ഇവിടെ സംഘടനകളെ ഇല്ലാതെയാക്കിയിട്ട്, ഈ നമ്മൾ നാടൻ ശൈലിയിൽ പറയുകയാണെങ്കിൽ വെടക്കാക്കി തനിക്കാക്കുക എന്ന് പറയുന്ന ഒരു ചൊല്ലുണ്ട്. അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, WCCക്കെതിരെയാണ് ഇവിടെ ഭാഗ്യലക്ഷ്മി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. WCC എന്ന് പറഞ്ഞ ഒരു സ്ത്രീകളുടെ കൂട്ടായ്മ, നിങ്ങളിവിടെ യഥാർത്ഥ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്തിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ ആർക്കെങ്കിലും ഒരു ജൂനിയർ ആർട്ടിസ്റ്റിനോ അല്ലെങ്കിൽ സിനിമയിലത് ടോപ്പ് നോച്ച് ആക്ട്രസ്മാർക്കല്ലാതെ വേറെ ആർക്കെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അവർക്ക് നിങ്ങൾ ഇതുവരെയായിട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? ഓക്കെ, നിങ്ങൾ കുറച്ച് എന്താ പറയുക, ആ ഒരു നടി ആക്രമിക്കപ്പെട്ട ആ ഒരു ടൈമിൽ കുറച്ച് പ്രഷർ ഇട്ടു, സർക്കാരിനെ കൊണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോലത്തെ ഒരു സാധനത്തിലേക്ക് എത്തിച്ചു. ഓക്കെ, വെൽ ആൻഡ് ഫൈൻ. പക്ഷെ അവിടെ അഡ്രസ്സ് ചെയ്യുന്ന കാര്യങ്ങൾ ആരുടേതാണ്? എല്ലാ സ്ത്രീകളതുമുണ്ടോ? സിനിമയിൽ ഒരു കൂട്ടം പ്രിവിലേജ് ഉള്ള വലിയ വലിയ നടിമാരും അല്ലെങ്കിൽ ഡയറക്ടേഴ്സ്, പ്രൊഡ്യൂസേഴ്സ്, ടെക്നീഷ്യൻസ്, സ്ത്രീ ടെക്നീഷ്യൻസ്, അങ്ങനെ പ്രിവിലേജ്ഡായിട്ടുള്ള അവിടെയും ഒരു വലിയൊരു ഗ്രൂപ്പുണ്ട്. ഒരു എന്താ പറയുക, അപ്പർ സ്റ്റാൻഡിൽ നിൽക്കുന്ന ഒരു കൂട്ടം സ്ത്രീകളുണ്ട്.
അവരുടെ പ്രശ്നങ്ങൾ മാത്രമാണ് അവിടെ അഡ്രസ്സ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. എന്തുകൊണ്ട് ഇവിടെ നിങ്ങൾ ചെയ്യുന്നില്ല? ഞാൻ എൻ്റെ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈവൻ റീമാ കല്ലിങ്ങിൻ്റെ ഇഷ്യൂ ഇല്ല തോന്നുന്നു. റീമയൊക്കെ ഇവിടുത്തെ ചാനലുകൾക്ക് ഇൻ്റർവ്യൂ കൊടുക്കാൻ ഒന്ന് മടിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പാർവതി തിരുവോത്താണെന്നുണ്ടെങ്കിലും ഇവിടെയൊക്കെ കൊടുത്ത ഇൻ്റർവ്യൂസൊക്കെ കുറച്ചിങ്ങനെ എന്താ പറയുക, ഏഷ്യാനെറ്റിലൊക്കെ അങ്ങനെ സൂമിലൊക്കെ വന്നിട്ട് കൊടുത്തിട്ട് പോയി, പിന്നെ നേരിട്ട് കൊടുത്തൊക്കെ വളരെ കുറവാണ്. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് കുറേ എന്താ പറയുക നോർത്ത് ബേസ്ഡ് ചാനലുകളിലൊക്കെ ഒരുപാട് വീഡിയോസ് അല്ലെങ്കിൽ ഇൻ്റർവ്യൂസ് അവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ അവർ സംസാരിക്കുന്ന സമയത്ത് കുറേ അധികം കാര്യങ്ങൾ മലയാളം ഫിലിം ഇൻഡസ്ട്രിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവർ നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നുമുണ്ട്. നമ്മൾ കണ്ടാണ് ലാലേട്ടൻ്റെ വൈറലായിട്ടുള്ള ഫോട്ടോ എല്ലാ സാധനത്തിനും അത് തമ്മിൽ അടിച്ചിട്ടുള്ള ഒരു പരിപാടിയൊക്കെ. രാധിക ശരത് കുമാറാണ് ആ ഒരു ക്യാരവനെ കുറിച്ച് പറഞ്ഞത്. അപ്പോൾ ക്യാരവനെ കുറിച്ച് പറയുമ്പോഴും അവിടെ ചൈന ടൗൺ സിനിമ സെറ്റ് അങ്ങനെ ലാലേട്ടൻ എന്നൊക്കെ പറഞ്ഞ് കണക്ട് ചെയ്തിട്ട് അങ്ങനെ അവർ പലരും ചെയ്തിട്ടുണ്ടാവാം. പക്ഷേ ഇവിടെ കറക്റ്റ് സാധനങ്ങളാണ് ഭാഗ്യലക്ഷ്മി ചോദിക്കുന്നത്. ഓക്കെ, കറക്റ്റ് കാര്യങ്ങളാണ് അവർ ചോദിക്കുന്നത്. അതായത് നിങ്ങളൊന്നില്ലെങ്കിൽ ഇറങ്ങി വന്ന് എല്ലാ സ്ത്രീകളുടെ പ്രശ്നവും അഡ്രസ്സ് ചെയ്യണം. സിനിമ എന്ന് പറഞ്ഞ് ഈ ഒരു ഇൻഡസ്ട്രിക്കകത്ത്, ഈ ഒരു ബിസിനസ്സിനകത്ത് ഒരുപാട് സ്ത്രീകൾ, ഒരുപാട് ലെവൽ, ഒരുപാട് ടയറിൽ വർക്ക് ചെയ്യുന്ന സ്ത്രീകളുണ്ട്. എല്ലാവരുടെ പ്രശ്നവും നിങ്ങൾ അഡ്രസ്സ് ചെയ്യണം, എല്ലാവരെയും നിങ്ങൾ ഉൾക്കൊള്ളണം, എല്ലാവരെയും നിങ്ങളെല്ലാം കേൾക്കണം. അല്ലാതെ നിങ്ങൾ കുറച്ച് പേര് കുറച്ച് കാര്യങ്ങൾ, ഒരു കമ്മിറ്റി റിപ്പോർട്ട്, ആ കമ്മിറ്റി റിപ്പോർട്ടിലാണെങ്കിൽ പോലും ഈ ടോപ്പ് നോച്ച് ആക്ട്രസ്മാരും ഇൻഡസ്ട്രിയിലുള്ള ടോപ്പ് വുമൺ ടെക്നീഷ്യന്മാരതുമാണ് ഉള്ളതെന്നാണ് ഇവർ പറഞ്ഞു വയ്ക്കുന്നത്. എന്തുകൊണ്ട് ദ ബേസ് ലെയർ അതെന്തുകൊണ്ട് ടച്ച് ചെയ്യുന്നില്ല? ഒരു ചോദ്യം തന്നെയാണ് അത് ഭാഗ്യലക്ഷ്മിയുടെ ഭാഗത്തു നിന്ന്. പാർവതി തിരുവോത്ത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു. വേട്ടക്കാരനോടൊപ്പം ഇരുന്നു കൊണ്ടുള്ള കോൺക്ലേവിന് തയ്യാറല്ല എന്ന് പറഞ്ഞു. ഇവിടെ സ്ത്രീകളെ പച്ചയ്ക്ക് അപമാനിച്ച ഒരാളാണ് അലൻസിയർ. അലൻസിയറിൻ്റെ കൂടെ അവർ അഭിനയിക്കുന്നു. ഇപ്പം ലാസ്റ്റ് ഇറങ്ങിയ ഉള്ളൊഴുക്ക് എന്ന് പറയുന്ന സിനിമയിൽ പോലും ഒരു അവാർഡ് ശില്പം കണ്ടാൽ പോലും വികാരം വരുന്നു എന്ന് പറയുന്ന ഒരു മനുഷ്യനും അയാളുടെ കൂടെ അഭിനയിച്ചിട്ടുള്ള ഒരുപാട് നടികൾ നമ്മളോട് സ്വകാര്യമായിട്ട് പറയാറുണ്ട്, ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ മനുഷ്യൻ്റെ കൂടെ അഭിനയിക്കുന്നത് എന്ന്. ഇതൊന്നും ഇവരറിയുന്നില്ലേ? അപ്പം ഇവർ എവിടെയാണ് ഇവർ കണ്ണ് കെട്ടി നിൽക്കുന്നത്? ആര് സംസാരിക്കുമ്പോഴാണ് ഇവർ ചെവിയും കണ്ണും അടച്ചു പിടിക്കുന്നത്? അപ്പോൾ ഇത് ആരെയൊക്കെയോ ടാർഗറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതല്ലാതെ യഥാർത്ഥത്തിൽ മലയാള സിനിമയിലെ സ്ത്രീകളെ സംരക്ഷിക്കുക എന്നതല്ല ഇതിൻ്റെ ഉദ്ദേശം. വെരി സ്ട്രോങ് വൺ. ബിക്കോസ് ഞാൻ ഒരു കാര്യം പറയാം, പാർവതി തിരുവോത്ത് ആരുടെ കൂടെ അഭിനയിക്കേണ്ട എന്നുള്ളത് അവരുടെ സ്റ്റാൻഡാണ്. സിനിമ എന്ന് പറയുന്നത് ഒരു ജോബാണ്. ആ വർക്ക് പ്ലേസിനകത്ത് പല പ്രശ്നക്കാരുണ്ടാവും, പല രീതിയിലുള്ള ആളുകളുണ്ടാവും. ഈ പ്രശ്നക്കാരായ ആളുകൾ തന്നെ ചിലപ്പോൾ ഒരു സെറ്റിലുള്ളപ്പോൾ ആ സെറ്റിലെ ആളുകൾക്ക് ഇയാളെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, ഇയാളെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുണ്ടെന്നുണ്ടെങ്കിൽ ജോലിയാണ്. ഞാനിപ്പോൾ അയാളുടെ അഭിനയിക്കില്ല എന്ന് പറയുമ്പോൾ കഴിഞ്ഞാൽ അത് അടുത്ത വിവാദമാവും. ഇല്ലേ, അലൻസിയറുള്ള സെറ്റിൽ പാർവതി തിരുവോത്ത് അഭിനയിക്കില്ല അതുകൊണ്ട് പോകാൻ പറ്റും. ബിക്കോസ് അവരൊരു വർക്കിനോട് തന്നെ ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സിനിമ സെറ്റിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ആരൊപ്പം വർക്ക് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ. അത് എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഭാഗ്യലക്ഷ്മി ഇവർ പറഞ്ഞ ആ സ്റ്റേറ്റ്മെൻറ്റ്, നിങ്ങൾക്ക് ഇത് പറയാം, നിനക്ക് അപ്പുറത്ത് അത് ചെയ്യാം എന്നുള്ളത് കാണിക്കാനേ. പക്ഷേ അതിനേക്കാൾ കൂടുതൽ പാർവതി തിരുവോത്തിനെ ചോദ്യം ചെയ്യേണ്ടത് ഇവിടെയല്ല. പാർവതി തിരുവോത്ത് പഴയ അവരുടെ ഇൻ്റർവ്യൂവിലൊക്കെ വന്നിരുന്നിട്ട് പറയുന്നുണ്ടായിരുന്നു അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അവർ അനുഭവിച്ചിട്ടുണ്ട്. ആ അനുഭവിച്ച പ്രശ്നങ്ങളിലൂടെ അവർ പോകുമ്പോൾ അവർക്ക് വന്നിട്ട് അത് ആരിൽ നിന്നോ എങ്ങനെ അതൊന്നും അവർക്ക് പറയണ്ട. അവർക്ക് ആ സർവൈവറായിട്ട് വന്ന് നിന്ന് സ്ട്രോങ് ആയിട്ട് നിന്ന് കാണിച്ചാൽ മതി. പക്ഷേ അവരാരൊക്കെയാണോ എന്താ പറയുക ലൈഫിലൊരു ബാഡ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയത്, അവർ സ്റ്റിൽ ഇനി ഒരുപാട് പേരുടെ ലൈഫിൽ ബാഡ് ഇമ്പാക്റ്റ് ഉണ്ടാക്കില്ലേ. ഓക്കെ, ഒരു സർവൈവറായിട്ട് സർവൈവ് ചെയ്ത് വന്നു, പിന്നെ സ്റ്റാൻഡ് ചെയ്തു, ശബ്ദമുയർത്തി സംസാരിച്ചു. ആരിൽ നിന്ന് എന്നുള്ളത് വെളിപ്പെട്ട് പുറത്ത് ആളുകളിലേക്ക് നിങ്ങൾ വെളിപ്പെടുത്തിയാൽ നാളെ ഈ വേട്ടക്കാരുടെ മുഖം പുറത്ത് വന്ന പിന്നെ വിഷയമില്ലല്ലോ. ഞാൻ അപ്പോഴും എനിക്ക് എപ്പോഴും പാർവതി തിരുവോത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഞാൻ കുറേ ഇൻ്റർവ്യൂസ് കണ്ടു ഭാഗ്യലക്ഷ്മി പറയുന്നത്. അതിൽ കുറേ അധികം കാര്യങ്ങൾ WCC റിലേറ്റഡും പാർവതി റിലേറ്റഡും റിമ റിലേറ്റഡും പറയുന്നുണ്ട്. അപ്പം കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് പേഴ്സണലി ഡൈജസ്റ്റ് ആവുന്നില്ല. പക്ഷേ ഈ ഒരു പോയിൻറ്റ് ഓക്കെ, ഈവൻ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന ടൈമിലും പാർവതി തിരുവോത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആരുടെയും മുഖങ്ങളോ അല്ലെങ്കിൽ ആരുടെയും പേരുകളൊന്നും വന്ന് അവരെ ഒന്നും ചെയ്യണ്ട, ബട്ട് സിനിമയിലൊരു മാറ്റം കൊണ്ടുവരണം. അപ്പോൾ ഈ വ്യക്തികൾ ആരൊക്കെയാണോ, ഈ
എന്താ പറയുക, ഇങ്ങനെ വളരെ മോശമായ രീതിയിൽ സ്ത്രീകൾക്ക് ഒട്ടും ആപ്റ്റ് അല്ലാത്ത അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഒട്ടും ഫ്രണ്ട്ലി അല്ലാത്തൊരു എൻവയോൺമെൻറ്റ് സിനിമയിൽ ആരൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ അവരവിടെ വെച്ചോ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അവരവിടെ ഇരിക്കട്ടെ, ഞങ്ങളിപ്പോൾ പേരൊന്നും പറയുന്നില്ല. പക്ഷേ സിനിമയിലൊരു മാറ്റം വരണം. അത് വെച്ച് അങ്ങനെ ഒരു സാധനം പറഞ്ഞു വെക്കുന്നുണ്ട് പാർവതി. ഇത് നിങ്ങളൊന്ന് കേൾക്കണം. എന്നിട്ട് ഭാഗ്യലക്ഷ്മി നേരത്തെ പറഞ്ഞല്ലോ, ഇത് വേറെ എന്തിനെയോ ടാർഗറ്റ് ചെയ്ത് ആരെയോ ടാർഗറ്റ് ചെയ്തിട്ടാണോ പോണേന്നുള്ളൊരു ചോദ്യം ഭാഗ്യലക്ഷ്മി ചോദിക്കുന്നുണ്ട്. ഇത് നിങ്ങളൊന്ന് കേൾക്കുക. വ്യക്തിപരമായിട്ട് ഈ പേരുകൾ പുറത്തു വന്നു കഴിഞ്ഞ് നെയിമിങ് ആൻഡ് ഷെയ്മിങ്ങിൽ മാത്രം ഒരു ഉത്തരം കണ്ടെത്താൻ കഴിയില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ അത് പറഞ്ഞുകൊണ്ട് തന്നെ എനിക്ക് ആഡ് ചെയ്യാനുള്ളത്, ഈ ഇൻഡസ്ട്രിയിൽ ഇതുവരെ ഞാൻ കണ്ടിട്ടുള്ള മാറ്റങ്ങൾ കഴിഞ്ഞ 7 വർഷം കഴിഞ്ഞ് പിന്നെ ഒരു 4.5 വർഷം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഞാൻ മാറ്റങ്ങൾ കണ്ടുവന്നിട്ടുള്ളത്, പുതിയ ജനറേഷനിലും പല സീനിയേഴ്സിലടക്കം ഞാൻ ഇതുവരെ വർക്ക് ചെയ്തിട്ടുള്ള ഇൻഡസ്ട്രിയിലുള്ള സെറ്റിലും അല്ലെങ്കിൽ വന്നിട്ടുള്ള റൈറ്റേഴ്സ് അല്ലെങ്കിൽ പുതിയ ഡയറക്ടേഴ്സ് ആവാം, അവർ കൊണ്ടുവരുന്ന പ്രൊഡക്ഷൻ കമ്പനീസ് ആവാം, പ്രൊഡക്ഷൻസ് നടത്തുന്ന രീതിയിലൊക്കെ ഞാൻ മാറ്റങ്ങൾ കണ്ടുവന്നിട്ടുണ്ട്. ഇതിൽ ഏറ്റവും വലിയ അവർക്ക് എതിരെ നിൽക്കാൻ പോകുന്നത് നമ്മൾ അവരുടെ പേര് കോൾ ഔട്ട് ചെയ്തിട്ടോ ഒന്നുമല്ല. ഈ പുതിയ വരുന്ന ക്രോപ്പ് ഓഫ് ഫിലിം മേക്കേഴ്സ് ഉണ്ട്, അവർ കൊണ്ടുവരുന്ന പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്, അവരൊന്നും ഈ ഒരു ഇൻഫ്ലുവൻസിൽ ഫുള്ളായിട്ട് നിൽക്കുന്ന ആൾക്കാരല്ല. അവരവരുടെ രീതിയിൽ തന്നെ ഇതിനെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ടാണ് എനിക്കിപ്പോഴും ജോലി കിട്ടുന്നത് സ്മൃതി. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും അവരുടെ കൂടെ വർക്ക് ചെയ്യുന്നത്. സോ വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിയുന്ന കാര്യമാണ്, WCC അംഗങ്ങൾ ആരുടെ കൂടെയാണോ വർക്ക് ചെയ്യുന്നത് അവരൊക്കെ ഈ മാറ്റത്തിന് അല്ലെങ്കിൽ ഈ മാഫിയയുടെ ഒരു കംപ്ലീറ്റ്ലി അതിനെ ഒരു ഡിസ്മാന്റിൽ ചെയ്യാനുള്ള ഒരു സിസ്റ്റത്തിലേക്ക് വഴികാട്ടികളായിട്ടുള്ള ആൾക്കാരാണ്. ചിലപ്പോൾ ഒരുപക്ഷെ അവര് മാധ്യമങ്ങളിൽ വന്ന് ഉറക്കെ സംസാരിക്കില്ലായിരിക്കും, പക്ഷെ അവരുടെ പ്രവൃത്തികളിൽ ആ മാറ്റം കാണിക്കുന്നുണ്ട്. സോ ഡെഫിനറ്റ്ലി ആ രീതിയിലും നമ്മൾ ആ ഒരു പ്രോഗ്രസീവ്നെസ്സിനെ മാനിക്കേണ്ടതുണ്ട് എന്ന് ഞാൻ വിചാരിക്കും. ഓക്കെ, അപ്പോൾ പാർവതി തിരുവോത്ത് ഈ പറഞ്ഞതിൽ നിന്ന് ഒരു കാര്യം എനിക്ക് ക്ലിയർ ആയിട്ടുണ്ട്. അതായത് ഇവിടെ അവർക്ക് ആവശ്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന പുതിയ ഫിലിം മേക്കേഴ്സ്, ഇൻഡസ്ട്രിക്കകത്തുള്ള പുതിയ സിനിമ ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ ഈ പറഞ്ഞ സ്ത്രീകളെ വളരെ അൺകംഫർട്ടബിൾ ആക്കുന്ന, അവർക്ക് ഒട്ടും എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി അല്ലാത്ത രീതിയിലുള്ള സിനിമകളൊന്നും ചെയ്യാൻ അറിയില്ല. ദേ ആർ പ്രോഗ്രസീവ്, ദേ ആർ പ്രോഗ്രസീവ്. പക്ഷേ ഇവിടെ ഒരു ഗ്രൂപ്പ് ഓഫ് പഴയ ആളുകളുണ്ട് സിനിമയുടെ. ഓക്കെ, ഞാൻ മീൻ ചെയ്തത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ബിക്കോസ് നിങ്ങൾ ഈ കേസ് വന്ന ആളുകളുടെയൊക്കെ ലിസ്റ്റ് എടുത്ത് നോക്ക്, ആ കേസ് വന്ന വർഷങ്ങൾ നോക്ക്, അതൊക്കെ നിങ്ങൾ എടുത്ത് നോക്ക്. ഓക്കെ, ഇനി മേ ബി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ആരൊക്കെയാണോ അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് സബ്മിറ്റ് ചെയ്തത്, മേ ബി അതിലെ ഒരു പേരോ വിവരോ കേസോ ആയി പുറത്ത് വരുമ്പോഴാണെങ്കിൽ പോലും പഴയ സിനിമ ഞാൻ പഴയതെന്ന് പറയുമ്പോൾ ഒരു 20, 15, 10 വർഷം ഒക്കെ മുമ്പുള്ള കാര്യങ്ങൾ. ഞാൻ ഈ പുതിയ വർഷം എന്ന് പറയുന്നത് നിങ്ങൾ കോവിഡ് കഴിഞ്ഞിട്ടാണ് നോക്കിക്കോ മലയാള സിനിമ. ഓക്കെ, കോവിഡ് കഴിഞ്ഞിട്ട് അങ്ങോട്ട്, അല്ലെങ്കിൽ 2020 മുതലാണ് നോക്കിക്കോ. ഞാൻ അതിന് മുമ്പുള്ള സിനിമയെ കുറിച്ചാണ് പറയുന്നത്, സിനിമാക്കാരെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഈവൻ ഈ പറഞ്ഞ ഇതിൽ പാർവതിയാണെങ്കിലും അതാണ് അവിടെ പോയിൻ്റ് ഔട്ട് ചെയ്ത് വെക്കുന്നത്. ആളുകൾ ഉണ്ടായിരുന്നു, ഇവർ ഈ പേരൊന്നും പറയാത്തതിൻ്റെ കാരണം, അല്ലെങ്കിൽ ഈവൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് ചിലപ്പോൾ കൊടുത്തിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളിലുള്ള പേരുകളൊക്കെ ഇപ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റുമാർ വന്ന് പറയുമ്പോൾ ഉള്ളതടക്കം പേരുകളാരുതാ മെജോറിറ്റി. പുതിയ നടന്മാരതല്ല, പുതിയ ടെക്നീഷ്യന്മാരതല്ല, കുറവാണതൊക്കെ. 10-15 കൊല്ലമായിട്ട് ഈ ഇൻഡസ്ട്രിക്കകത്ത് ഇരിക്കുന്ന, ഇൻഡസ്ട്രി മൊത്തം കയ്യിലിരിക്കുന്നു എന്ന് വിചാരിക്കുന്ന ആളുകളാണ്. ഓക്കെ, നല്ലതിന് വേണ്ടിയാണെങ്കിൽ പോലും, അല്ലെങ്കിൽ നല്ലതിന് തന്നെയാണ്, നല്ലതിന് തന്നെയാണ് ഇങ്ങനത്തെ ഒരു മാറ്റം സിനിമയിൽ വരണം. ഡെഫിനറ്റ്ലി സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും ഒക്കെ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള എൻവയോൺമെൻറ്റ് സിനിമയിൽ ക്രിയേറ്റ് ആവണം, നല്ല നല്ല സിനിമകൾ വരണം. അപ്പോൾ വളരെ സന്തോഷപൂർവ്വം എല്ലാവർക്കും സഹകരിച്ച് ജോലി ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റണം. പക്ഷെ അവിടെ അപ്പോൾ ഇവർക്ക് ആവശ്യം എന്ന് പറഞ്ഞാൽ ഉപദ്രവകാരികളായിരുന്ന ഒരു കൂട്ടം പഴയ ആളുകൾ. അതൊരു കൈൻഡ് ഓഫ് ടാർഗറ്റിങ് തന്നെയല്ലേ? അതൊരു കൈൻഡ് ഓഫ് ടാർഗറ്റിങ് തന്നെയാണ്. പക്ഷെ അവരിവിടെ പേര് പറഞ്ഞും പറയാതെ ഒളിച്ചും തെളിച്ചും കളിക്കുമ്പോൾ അവിടുത്തെ വിഷയം എന്ന് പറഞ്ഞാൽ, ഈ പുതിയ വരുന്ന സിനിമാക്കാർക്കാണെങ്കിൽ പോലും നാളെ നമ്മളൊരു വിഷയം ഉണ്ടാക്കിയാലും ഇവരാരും പേര് പറയില്ല. മനസ്സിലായോ? അങ്ങനെ ഒരു സീൻ ചിലപ്പോൾ പറ്റും. പണ്ട് ഇതേപോലെ വിഷയം ഉണ്ടായപ്പോൾ ഇത്രയും വലിയൊരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു, എന്നിട്ടും ആരും പേരൊന്നും പറഞ്ഞില്ലല്ലോ. ഇത് ടോപ്പിലിരിക്കുന്ന ആളുകൾ തമ്മിൽ ചിലപ്പോൾ അങ്ങനെ സാധനം കൺവേ ആവാം. ചിലപ്പോൾ അങ്ങനത്തെ സാധനത്തേക്ക് വീണ്ടും ഇത് വഴി മാറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ഒരു പവർ ടീം മാറി അടുത്തൊരു പവർ ടീം വരിക, സംഭവിച്ചൂടെ? അപ്പോൾ എന്തോ എനിക്ക് ഈ ടാർഗറ്റിങ്ങിൻ്റെ സാധനം ഭാഗ്യലക്ഷ്മി പറഞ്ഞതും ഇതിൽ പാർവതി പറഞ്ഞതും കൂടി
വെച്ച് നോക്കുമ്പോൾ എന്തോ ഇതുപോലെ തോന്നി. ഞാൻ പാർവതി തിരുവോത്തിൻ്റെ പഴയ ഇൻ്റർവ്യൂസിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ അവിടെ വയ്ക്കാം. I cannot support certain films and dialogues and certain movies that have come out ഭയങ്കര സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള പടങ്ങളാണ്. ആൻഡ് ഐ എം ഷോക്ക്ഡ് ബിക്കോസ് അതിൽ പറഞ്ഞു പോകുന്നതും തമാശ എന്ന് പറഞ്ഞിട്ടും അവർ വളരെ വളരെ ലോ ലൈയിങ് ആയിട്ടുള്ള ജോക്സും ഡയലോഗ്സും പറഞ്ഞു പോകുമ്പോൾ ഐ എം ഷോക്ക്ഡ് ദാറ്റ് ആർ യു റിയലി ഫീഡിങ് അവർ സൊസൈറ്റി വിത്ത് ദിസ്? ആർ യു മേക്കിംഗ് ദം ലാഫ് ബൈ സേയിങ് ദിസ്? ആർ യു മേക്കിംഗ് ഫൺ ഓഫ് പീപ്പിൾ ഹു ഹാവ് മെൻ്റൽ ഇഷ്യൂസ്? Are you doing that really? Because do you realize what we are doing here? എന്ന് ഞാൻ ചുരുങ്ങി പോകാറുണ്ട്. Because please understand that it's a huge thing. So I, as a woman, as a person, as an artist, sometimes try to make it up by being super honest, coming on interviews and telling you, when you ask me, have I been sexually harassed by my colleagues? Yeah, I have. But I'm not saying that to അവരെ ഇത് ചെയ്യാനോ കാര്യങ്ങളോ അല്ല. ഐ എം സെയിങ് ദാറ്റ് ബിക്കോസ് ഇത് റെഗുലറായിട്ട് നടക്കുന്ന സംഭവമാണ് കേട്ടോ എന്ന് ഞാൻ മറ്റുള്ള സ്ത്രീകളോട് പറയുകയാണ്. യു ആർ നോട്ട് എ മൈനോറിറ്റി, യു ആർ നോട്ട് ദി ഓൺലി പേഴ്സൺ ഹൂ ഈസ് ഗോയിങ് ത്രൂ ദിസ്. അതുകൊണ്ട് നിങ്ങൾ പുറത്തിറങ്ങി സംസാരിക്കും വേണം. കാര്യം ഞാനും ചെയ്യുന്നുണ്ട് ഇത്. വി നീഡ് ടു ബി ഓൺ ദ സെയിം ലെവൽ. ഇനി ദർ ഇസ് നോ മോർ ഹൈഡിങ്. നൗ വാട്ട് ഹാപ്പൻ ടു മൈ ഡിയർ ഫ്രണ്ട് ദാറ്റ് നൈറ്റ് ഇൻ ദ കാർ ക്യാൻ ഹാപ്പൻ ടു മീ എനി ഡേ. ഓക്കെ, അപ്പോൾ ശരിക്കും ഒരു റോൾ മോഡലായിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ക്രിക്കറ്റ് ടീം ഉണ്ടെന്നുണ്ടെങ്കിൽ ലീഡിങ് ഫ്രം ദ ഫ്രണ്ട്, ക്യാപ്റ്റൻ, അതുപോലത്തെ ഒരു പൊസിഷനിലേക്കാണ് പാർവതി സ്വയം പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, ഞാൻ വരുന്നു, ഞാൻ അനുഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നു, എല്ലാം പറയുന്നു. ആരിൽ നിന്ന് എന്ന് പറയില്ല. ഓക്കെ, അവിടെയാണ് ഞാൻ എപ്പോഴും അന്തം വിട്ടു പോകുന്നത്. ഇത്രയും പ്രോഗ്രസീവായിട്ടുള്ളൊരു വ്യക്തിക്ക് ബിക്കോസ് ഈ പേര് പറയാതെയോ അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി വരാതെയോ ആവുന്ന സമയത്ത് അപ്പുറത്തുള്ള ഒരാൾക്ക് കിട്ടുന്നൊരു ലക്ഷറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാലമൊക്കെ ഇത് ഡിസ്കസ് ചെയ്യും, ഇവിടെ കഴിഞ്ഞാൽ പോവും. ഇതല്ലേ അങ്ങനെയാവും. I find it to be not a great thing that I have fairer skin than usual. ബിക്കോസ് അത് എന്നെ സ്റ്റോപ്പ് ചെയ്യാമായിരിക്കും. പക്ഷേ ഞാൻ പൂവെന്ന് പറഞ്ഞ ഫിലിമിൽ മാരിയെന്നും അല്ലെങ്കിൽ മരതകം ആയിട്ടും ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അതിലൊക്കെ ഞാൻ ലിറ്ററലി വെയിലിൻ്റെ അടിയിൽ നിന്നിട്ട് ടാൻ ആയിട്ടുണ്ട്. ഐ വുഡ് ലൈക്ക് ഫോർ ഡാർക്ക് സ്കിൻഡ് ആക്ടേഴ്സ് ടു ബി പാർട്ട് ഓഫ് അവർ ഫിലിം. ഇപ്പോൾ നമ്മൾ പുറത്തുള്ള ആൾക്കാരെ പറ്റി പറയുമോ, ഹോളിവുഡിൽ പോലും റേസിസം ഇൻ മൂവീസ് എന്ന് പറയുന്നു. ലുക്ക് അറ്റ് ആ മൂവി, എല്ലാവരും ഫെയർനെസ് സ്ക്രീൻ, ഫെയർനെസ് നന്നോ. ദാറ്റ് ഈസ് വൈ ഐ ഡോണ്ട് ലൈക്ക് മേക്കപ്പ്. നൗ ഐ ലൈക്ക് വെയറിങ് കാജൽ ആൻഡ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് ലിപ്സ്റ്റിക് ആൻഡ് യെസ്, പക്ഷെ ഐ ഡോണ്ട് ലൈക്ക് മേക്കിംഗ് ഇറ്റ് സ്മൂത്തർ. എൻ്റെ ഇതിനകത്തുള്ള ഇവിടെയുള്ള കുറച്ച് എക്സ്ട്രാ താടി രോമോ അല്ലെങ്കിൽ പിമ്പിൾ ഇസ് മീ, ഹൗ ഐ ആം റൈറ്റ് നൗ. ആൻഡ് എനിക്ക് പെൺകുട്ടികൾ എസ്പെഷ്യലി ഐ വോണ്ട് യു ടു സീ മീ ലൈക്ക് ദിസ്. ആൻഡ് ഇഫ് യു ലൈക്ക് മീ, പ്ലീസ് ലൈക്ക് യുവർ സെൽഫ് ലൈക്ക് ദാറ്റ്. ബിക്കോസ് ഇന്നഫ് ഇപ്പോഴും മാസികകളിലായാലും ഫോട്ടോഷോപ്പ് ചെയ്തിട്ടുള്ള ഇമേജസും ബോഡി ഇമേജസും മാത്രമാണ് കാണുന്നത്. ഇമാജിൻ നമ്മൾ ഒരു കൺസ്ട്രക്ഷൻ വർക്കർ ആയിട്ടുള്ളൊരു സ്ത്രീക്ക് ഒരിക്കലും അങ്ങനെ ഒരു ആസ്പിറേഷൻ വാല്യൂ ഉണ്ടാവില്ല. അങ്ങനെ അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് വൈ ആർ വി കേറ്ററിങ് ഓൺലി ടു ആൻ അപ്പർ ക്രീം ഓഫ് ദ സൊസൈറ്റി വെൻ ഇറ്റ് കംസ് ടു ഫീമെയിൽ ക്യാരക്ടേഴ്സ് എസ്പെഷ്യലി? ഒരു വിനായകൻ വരുന്നു, പെട്ടെന്ന് നമ്മുടെ ഫോർട്ട് കൊച്ചി ആ ഏരിയയിലുള്ള പലവർക്കും ദേ ക്യാൻ റിലേറ്റ് ടു ഹിം ലൈക്ക് ദിസ്. ആൻഡ് ഗ്രേറ്റ്, ഐ എം ഹാപ്പി. പക്ഷേ ഫോട്ടോ കൊച്ചിയിലുള്ള സ്ത്രീകളോ? ഈ പാർവതി പറയുമ്പോൾ എന്താ പറയുക, എപ്പോഴും ഇത് കേൾക്കുന്നവർ വാവ് ചില കാര്യങ്ങൾ വാവ് അടിക്കാറുണ്ട്. ഇപ്പം ഈ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് റിയലി പാർവതി എന്താന്ന് പറഞ്ഞു വെക്കുന്നത് വെച്ചാൽ, ഐ മൈസെൽഫ് ഐ ആം ദ റോൾ മോഡൽ ടു എവ്രി വൺ. ഈ മേക്കപ്പ് ഇടുന്ന കാര്യവും അതും ഇതൊക്കെ പറയുന്നു. നിങ്ങൾക്ക് നിങ്ങൾ എന്നെ കണ്ട് ഇൻസ്പയർ ആവും. ഞാനായിട്ട് തന്നെ, ഈവൻ സിനിമയാണെങ്കിൽ പോലും ഞാനായിട്ട് തന്നെ വന്ന് നിൽക്കാനാണ് താല്പര്യപ്പെടുന്നത്. എനിക്ക് അങ്ങനെ മേക്കപ്പോ കാര്യങ്ങളോ അതൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇത്രയൊക്കെ പറയുന്ന പാർവതി ആക്ച്വലി എങ്ങനെയാണ് റോൾ മോഡലാവേണ്ടത്? നിങ്ങൾക്ക് മോശം അനുഭവങ്ങൾ സിനിമയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്, പലരിൽ നിന്നും നിങ്ങൾ പറയുന്നു. ആ വ്യക്തികളെ കുറിച്ചിട്ട് നിങ്ങൾ പേരോ വിവരോ പറയാൻ റെഡിയല്ല, പക്ഷേ നിങ്ങൾ ഫൈറ്റ് ചെയ്യാൻ റെഡിയാണ്. നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒരു ക്രീം ലെയറായിട്ട് പറയും. ഇനിയിപ്പോൾ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നാലും അതിലെ പേരുകൾ പുറത്തു വരാൻ നിങ്ങൾക്ക് താല്പര്യമില്ല. ഡിസ്കസ് ചെയ്യണം, എല്ലാവരും ഡിസ്കസ് ചെയ്യണം. ഇത് പ്രശ്നക്കാരായ ആളുകളെ കുറേ പേരുണ്ടാവും. 100 പേരെടുത്ത് കഴിഞ്ഞാൽ 10-15, ബാക്കി മെജോറിറ്റി ആളുകളും ക്വസ്റ്റ്യൻ മാർക്കിൽ നിൽക്കുകയാണ് ഈ പേരുകളോ കാര്യങ്ങളോ വരാത്തപ്പോൾ. അപ്പോൾ സ്വയം പല കാര്യങ്ങളും റോൾ മോഡലാവുന്ന ഒരാൾ ഈ ഒരു കാര്യം വരുമ്പോൾ മാത്രം ഇല്ല. ബിക്കോസ് ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന് പറയുന്ന സിനിമയാണ്. ചില പേരുകൾ പറഞ്ഞ് സിനിമ കിട്ടാതെയാവും. ആ പേടി കാണും. ഞാൻ ഋഷികേശിൽ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഐ ഗെറ്റ് ദ മെസ്സേജ് ദാറ്റ് ലാസ്റ്റ് നൈറ്റ്
അന്ന് രാത്രി തന്നെയല്ല ഞാൻ അറിഞ്ഞ, അടുത്ത ദിവസം രാവിലെ ഞാൻ അറിയുന്നത്. ആൻഡ് ഐ ഹാവ് ടു ഗോ ആൻഡ് പെർഫോം എ വെരി ഹാപ്പി സീൻ റൈറ്റ് ആഫ്റ്റർ ഹിയറിംഗ് ദിസ്. ആൻഡ് ഐ കുഡൻറ്റ് ഇമാജിൻ ഇറ്റ് ബിക്കോസ് എനിക്കറിയാം വാട്ട് ഇറ്റ് ഫീൽസ് ലൈക്ക് ടു ബി ഹെൽപ്ലെസ് ഇൻ സച്ച് എ സിറ്റുവേഷൻ. ഞാൻ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുള്ള ആളാണ്. നോട്ട് എക്സാക്ട്ലി ദാറ്റ് സിറ്റുവേഷൻ, ബട്ട് ടു കോൾ ഔട്ട് ഫോർ ഹെൽപ്പ് ആൻഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട്സ് ഹാപ്പനിങ്. ആൻഡ് നമ്മുടെ ദേഹം ഈ ദേഹം ആയതുകൊണ്ട് ഇങ്ങനെ ഉപയോഗിക്കപ്പെടുക, എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുക എന്താണെന്ന് എനിക്കറിയാം. And I can speak about that without feeling any pain right now because I have said it so many times. ഞാൻ എന്നെ തന്നെ വിക്ടിമിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത്. I experienced that and those people who did that, they are the criminals. But I am not a victim there. I came out of that because I can talk about it. And പലപ്പോഴും സ്ത്രീകൾ കാര്യങ്ങൾ തുറന്ന് പറയുകയാണെങ്കിലോ അല്ലെങ്കിൽ when they behave the way they want to be, പുരുഷന്മാരോ അല്ലെങ്കിൽ മറ്റുള്ളവരോ ഉപയോഗിക്കുന്ന സ്ത്രീകൾ തന്നെ അവരുടെ ലൈംഗികതയാണ് ഒരു വെപ്പണായിട്ട് ഉപയോഗിക്കാറ് ടു ബ്രിങ് ദം ഡൗൺ. ദാറ്റ് ഈസ് വൈ റേപ്പ്, ദാറ്റ് ഈസ് വൈ മൊലസ്റ്റേഷൻ, അവൾക്ക് അത്രയും അഹങ്കാരം, ഡൊമസ്റ്റിക് വയലൻസ്, ഡൊമസ്റ്റിക് റേപ്പ്, ഓൾ ദിസ് ഹാപ്പൻസ് ഇൻ എ വേ ടു ബ്രിങ് യു ഡൗൺ. ആൻഡ് ഫോർ മീ ഇറ്റ്സ് ലൈക്ക്, യു നോ, ബോഡി ഈസ് ജസ്റ്റ് എ വേർഡ്. You can harass me, you can exploit me, you can do anything to me, but I'm going to come back and talk again. അതായത് വേറൊരാളുടെ അനുഭവം അവർ കേട്ടതിൻ്റെ കുറച്ച് കാര്യങ്ങളും അവരനുഭവിച്ചതൊക്കെ കണക്ട് ചെയ്തിട്ടാണ് അവർ സ്റ്റിൽ പറഞ്ഞു വെക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി സ്ട്രോങ് ഇനഫ്. ഞാൻ എല്ലാം സർവൈവ് ചെയ്ത് വന്നു, എന്നെപ്പോലെ ഒരുപാട് പേര് വരണം. ഓക്കെ, ബട്ട് സ്റ്റിൽ ക്രിമിനൽ. ആരാണ് ക്രിമിനൽ? ഉപദ്രവിച്ച വ്യക്തിയോ വ്യക്തികളോ, ദേ ആർ ക്രിമിനൽസ്. ക്രിമിനൽസിനെ കൃത്യമായിട്ട് സ്പോട്ട് ചെയ്ത് ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ള പ്രോസസ്സിൻ്റെ ഏറ്റവും ഫൈൻ ഫേസ് തുടങ്ങേണ്ടത് പാർവതിയിൽ പോലെ ഉള്ള ആളുകളിൽ നിന്നല്ലേ. ബിക്കോസ് യുവർ സെൽഫ്, യെസ് യു ആർ സ്ട്രോങ്. നിങ്ങൾ പറയുമ്പോഴും നിങ്ങൾ സ്ട്രോങ് ആയിട്ട് പറയുന്നു, ബാക്കിയുള്ളവർക്കും നിങ്ങൾ റോൾ മോഡലായിട്ട് നിൽക്കുന്നു. പല കാര്യത്തിലും നിങ്ങളാണ് ഇനീഷ്യേറ്റ് ചെയ്ത് മുന്നിൽ പല കാര്യങ്ങളും ചെയ്യുന്നതെന്ന്. ഓക്കെ, യു ക്ലെയിം ഇറ്റ്. ബട്ട് എൻഡ് ഓഫ് ദ ഡേ ഇവിടെ ഇപ്പോൾ ഈ പറഞ്ഞ ജൂനിയർ ആർട്ടിസ്റ്റുമാരെ ഫേക്ക് ഓർ എന്താ പറയുക ജെനുവിൻ കേസസ് അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഈ പറഞ്ഞ അന്വേഷണവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്കത് പറയാൻ പറ്റും. ബട്ട് സ്റ്റിൽ അവർ കുറച്ച് പേരുകളെങ്കിലും പറയുന്നുണ്ട്. നിങ്ങളൊരു ജെനുവിൻ ലൈക്ക് നിങ്ങൾ അനുഭവിച്ച ഏറ്റവും പെയിൻഫുൾ ആയിട്ടുള്ളൊരു കാര്യത്തിൽ അത് നിങ്ങൾ അനുഭവിച്ച ക്രിമിനൽസിനെ വരെ നിങ്ങൾ പറയുന്നില്ല. അപ്പം അത് എന്ത് തരം മാതൃകയാണെന്നുള്ളത്, അതിൻ്റെ ബാക്കിൽ എന്തെങ്കിലും അജണ്ട ഉണ്ടോ എന്നുള്ളത്, അത് പേടിയാണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരുന്ന ഫേസ് ചെയ്യേണ്ടി വരും. ഞാൻ എന്താ പറയുക, കുറേ ഭാഗ്യലക്ഷ്മി ചേച്ചിയുടെ കുറേ ഇൻ്റർവ്യൂസ് കണ്ടപ്പോഴാണ് എനിക്കിങ്ങനെ ആ തോട്ട് പ്രോസസ്സ് വരുന്നത്. വൈ 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 ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, WCC, കുറച്ച് പേര് ലൈക്ക് വൈ, വാട്ട്സ് ഹാപ്പനിങ് റിയലി? ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ എന്താണോ പർപ്പസ് അത് നടക്കുന്നുണ്ടോ? ഞാൻ റീതിങ്ക് ചെയ്യണം, അതെന്താ നടക്കാത്തത്? ആ പർപ്പസ് എന്തുകൊണ്ട് നടക്കുന്നില്ല? ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വീണ്ടും എന്തുകൊണ്ട് ചർച്ചയാവുന്നില്ല? ഈവൻ ഇതിപ്പോൾ ഹൈക്കോർട്ട് SITക്ക് കംപ്ലീറ്റ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൊടുത്താലും വാട്ട് ഗോയിങ് ടു ഹാപ്പൻ നെക്സ്റ്റ് ആർക്കറിയാം?